24 മണിക്കൂറും ഫോണിൽ കുത്തിയിരിക്കുക എന്നുള്ള കംപ്ലൈൻറ്റ് കേൾക്കാത്ത വീടുകളില്ല. ഏതെങ്കിലും ഒരാളിനെ കുറിച്ച് അങ്ങനെ ഒരു കംപ്ലൈൻറ്റ് ഒരു വീട്ടിലുണ്ടാവും. ഉറപ്പായിട്ടും അതിനൊരു ബേസിക് റീസണും ഉണ്ട്. ബിക്കോസ് നമുക്ക് അത്രയും പേഴ്സണൽ സ്പേസിൽ കൊണ്ട് നടക്കാൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ഈ ഫോണ്. ടെക്സ്റ്റ് ചെയ്തിട്ടോ കോൾ ചെയ്തിട്ടോ നമുക്ക് ഇഷ്ടമുള്ള വീഡിയോസ് കണ്ടിട്ടോ ഒക്കെ നമുക്കിതിൽ ആരോടും ചോദിക്കാതെ ആരും കാണാതെ നമുക്ക് വേണ്ടതൊക്കെ തന്നെയും ഈ ഫോണിൽ ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷെ എല്ലാം നമുക്ക് നെഗറ്റീവായിട്ട് പറയാൻ പറ്റുമോ? ഇല്ല. ബിക്കോസ് ഈ ഫോൺ വെച്ചിട്ട് തന്നെ ഒരുപാട് മോണിറ്ററി ബെനിഫിറ്റ്സ് ഉണ്ടാക്കുന്ന ആളുകളുണ്ട്. ഒരു യൂട്യൂബ് ചാനൽ വഴി, അല്ലെങ്കിൽ ഒരു സെയിൽസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഒരു വീഡിയോസ് ക്രിയേറ്റ് ചെയ്തിട്ട് പല ഓപ്ഷൻസ്, നമ്പർ ഓഫ് ഓപ്ഷൻസ് ആണ് നമുക്ക് ഇനി ഫോൺ കൊണ്ടുള്ളത്. പോസിറ്റീവ്സ് തന്നെയാണ് തീർച്ചയായിട്ടും. ബട്ട് ചില സമയത്ത് കൗൺസിലിങ്ങിനും കാര്യങ്ങൾക്കൊക്കെ ആളുകൾ വരുന്ന സമയത്ത് അവരുടെ അടുത്ത് നമ്മൾ ചോദിക്കുമ്പം അവർ തിരിച്ച് ഇങ്ങോട്ട് ചോദിക്കും, ഫോൺ യൂസേജിനെ പറ്റി ചോദിക്കുമ്പം എനിക്ക് ആ എഡിക്ഷൻ ആണോ എന്ന് ചോദിക്കും. എപ്പോഴാണ് നമുക്കതൊരു എഡിക്ഷൻ എന്ന് പറയാൻ പറ്റുന്നത്? ഇപ്പം എന്തെങ്കിലും ഒരു ഫോണിൻ്റെ ഒരു യൂസേജ് ആയിക്കോട്ടെ, ഒരു ഗെയിം ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു പോൺ വീഡിയോ കാണുന്നതായിക്കോട്ടെ, ഇതൊന്നും ചെയ്യാത്തതായിട്ട് ഇന്ന് ആരും തന്നെ ഇല്ല. പക്ഷേ അതൊരു പരിധിയിൽ കൂടുതൽ ടൈം, നമ്മളെ വളരെ പ്രൊഡക്റ്റീവായിട്ടുള്ളൊരു ടൈം അതിനു വേണ്ടി പാടെ മാറ്റി വെച്ച്, അതുകൊണ്ട് യാതൊരു ഉപകാരവും ഇല്ലാതെ എപ്പോഴും അതിനു വേണ്ടി സമയം ഇങ്ങനെ കൊന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് പറയാൻ പറ്റും അതൊരു എഡിക്ഷനാണ്. ഒരു യൂസേജും ഇല്ല അതിനെ കൊണ്ട്, പക്ഷേ പ്രൊഡക്റ്റീവായിട്ടുള്ള മറ്റു കാര്യങ്ങളും ഇതുകൊണ്ട് ഫെയിലായി പോവുകയും തന്നെയാണ് ചെയ്യുന്നത്. സോ എഡിക്ഷൻ ആണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത് മാറ്റി വെച്ച് കഴിഞ്ഞെങ്കിൽ ഞാൻ അതിൽ ഓക്കെ ആവുമായിരുന്നു എന്ന് നമുക്ക് ഒരു തവണയോ അല്ലെങ്കിൽ പല തവണയുമായിട്ട് നമുക്കതൊരു റിഗ്രറ്റ് വരികയാണെങ്കിൽ ഡെഫിനറ്റ്ലി അതൊരു എഡിക്ഷൻ തന്നെയാണ്. അതേപോലെ ചിലപ്പോൾ നമ്മളൊരു പെർട്ടിക്കുലർ മൂഡിനായിരിക്കും എഡിക്റ്റഡ് ആയിട്ടുണ്ടാവുക. ആരെങ്കിലും നമ്മളെ ഒരു സാഡാക്കി, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു കാരണവശാൽ നമ്മൾ വളരെ സാഡാണ്, അപ്പം നമ്മൾ ഡെഫിനറ്റ്ലി എന്താ ചെയ്യുക? ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും, അൽഗോരിതം നോക്കുമ്പം എപ്പോഴും ഈ ഒരു ടൈപ്പ് ഇമോഷണൽ കണ്ടൻസ് ആയിരിക്കും നമ്മളെ എപ്പോഴും നമ്മുടെ വാച്ച് ലിസ്റ്റിൽ വരിക. ഡെഫിനറ്റ്ലി നമ്മൾ എന്തിനാണ് അഡിക്റ്റഡ്? വി ആർ അഡിക്റ്റഡ് ടു ദാറ്റ് പെർട്ടിക്കുലർ മൂഡ്. അപ്പം കയ്യിൽ ഫോണാണ്, മറ്റുള്ളവർ കാണാതെ നമുക്കത് കണ്ടുകൊണ്ടിരിക്കാനേ പറ്റും. ഓപ്പോസിറ്റും ഉണ്ട്. ലൈക്ക് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് വളരെ ഇഷ്ടമുള്ളൊരു കാര്യമാണ്, ഏത് സമയവും അത് തന്നെയാണ് നമ്മൾ വാച്ച് ചെയ്യുന്നത്, നമ്മൾ അപ്ഡേറ്റ് ചെയ്യാണ്. അപ്ഡേഷൻ വേണം, ഡെഫിനറ്റ്ലി 100% ഇറ്റ് ഇസ് വെരി ഹെൽത്തി ആൻഡ് ഇറ്റ് ഇസ് വെരി യൂസ്ഫുൾ. പക്ഷേ ഒരു കാര്യമില്ല, ചുമ്മാ അത് തന്നെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് പോവുകയാണ്. അതാണെങ്കിലും അതിനോട് ഒരു പരിധിയിൽ കൂടുതൽ അട്രാക്ഷൻ ആണെങ്കിൽ അതും ഒരു ടൈപ്പ് അഡിക്ഷനാണ്. സോ ഫോൺ യൂസ് ചെയ്യുമ്പം ഏറ്റവും കൂടുതൽ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ ഫോൺ യൂസ് ചെയ്യാണോ, ഡിപ്പെൻഡൻ്റ് ആണോ, അതോ അല്ലെ എഡിക്ഷനിലേക്ക് മാറിയോ? ഈ 3 കാര്യങ്ങൾ നമ്മൾ പ്രോപ്പറായിട്ട് ഇവാലുവേറ്റ് ചെയ്തേ മതിയാവുള്ളൂ.